അപ്പോൾ ഹെവി ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കണക്ക് വെച്ചുള്ള സാധ്യതകളും സൂചനകളുമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. മണ്ഡലമെടുക്കുന്നത് തിരൂരാണ്. തിരൂര് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. അവിടെ ഒരു ഹെവി ഫൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു ഹെവി ഫൈറ്റ് നടക്കാനുള്ള ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാരണം ബി അബ്ദുറഹ്മാൻ എന്ന കേരളത്തിന്റെ താനൂരിന്റെ MLA ആയിരുന്ന മന്ത്രി താനൂരിൽ നിന്ന് മാറി തിരൂരിലേക്ക് കളം മാറ്റി ചവിട്ടുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് താനൂരിൽ നിന്നും ബി അബ്ദുറഹ്മാൻ മാറുന്നത്? തിരൂരിൽ എന്ത് പ്രതീക്ഷയാണ് അദ്ദേഹം കാണുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ തിരൂരിൽ എന്തോ ഒരു സാധ്യത അദ്ദേഹം മണക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടായിരിക്കാം തിരൂരിലേക്ക് അദ്ദേഹം കളം മാറുന്നത്. അപ്പോൾ ഏത് തരം സാധ്യതയാണ് തിരൂരിൽ LDF-നും മന്ത്രി ബി അബ്ദുറഹ്മാനും ബാക്കിയാക്കുന്നത്? ആ സാധ്യത എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടക്കുള്ള ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ മാറ്റങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ അവിടെ LDF-നും ബി അബ്ദുറഹ്മാൻ ബാക്കിയാക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, 2021 എന്താണ് തിരൂരിൽ സംഭവിച്ചത് എന്ന് നോക്കാം. നോക്കൂ, 2021 അവിടെ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ചത് കുറുക്കോളി മൊയ്തീൻ, നിലവിലെ MLA ആയ കുറുക്കോളി മൊയ്തീനാണ്. 82,314 വോട്ടുകളാണ് അവിടെ കുറുക്കോളി മൊയ്തീൻ നേടിയത്. എന്ന് വെച്ചാൽ 48.21% വോട്ട്. ഗഫൂർ P. ലില്ലീസ് ആയിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി. 75,100 വോട്ട് അദ്ദേഹം നേടി. അബ്ദുൽ സലാം ആയിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി. കാര്യമായി ഒന്നും ചെയ്യാനില്ല. 9,097 വോട്ടുകൾ. അവിടെ കുറുക്കോളി മൊയ്തീന്റെ ഭൂരിപക്ഷം 7,214 അതായിരിക്കണം ഒരു പക്ഷേ ബി അബ്ദുറഹ്മാനെയും LDF-നെയും തിരൂർ ഒരു പക്ഷേ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ 10,000-ന് താഴെയുള്ള ഭൂരിപക്ഷമായിരിക്കും. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കണക്കിലാണ്. യെസ്, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക് വരുമ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതാകുന്നുണ്ട്. നോക്കൂ, അബ്ദുസ്സമദ് സമദാനിയായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള തിരൂരിൽ. അബ്ദുസ്സമദ് സമദാനിക്ക് കിട്ടിയ വോട്ട് 99,468 വോട്ട്. KS അംബേ പിറകിലായി പോയി 49,138 വോട്ട്. നിവേദിത സുബ്രഹ്മണ്യൻ BJP സ്ഥാനാർത്ഥി 12,592 വോട്ട്. സമദാനിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷം കടന്ന ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 10,000-ന് താഴെയുള്ള ഭൂരിപക്ഷം കണ്ടിട്ടാണ് ബി അബ്ദുറഹ്മാനും LDF-നും അങ്ങോട്ടേക്ക് ചായുന്നതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകുന്നത് കനത്ത തിരിച്ചടിയാണ്. ഇനി 2025 ചില മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അവിടെ മൊത്തം തിരൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ആകെ 7 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്ന് തിരൂർ മുനിസിപ്പാലിറ്റിയാണ്, ബാക്കി 6 പഞ്ചായത്തുകളാണ്. ഈ 7 തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ UDF-ന്റെ കയ്യിലാണ് കേട്ടോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 സ്ഥാപനങ്ങളും തിരൂർ മുനിസിപ്പാലിറ്റി അടക്കം 6 പഞ്ചായത്തുകളടക്കം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും UDF-ന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് കാര്യമായി ആശ്വസിക്കാൻ, കാര്യമായി പ്രതീക്ഷ വെക്കാൻ ഒരു വകയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും തിരൂർ ബാക്കിയാക്കുന്നില്ല LDF-ന് എന്നതാണ് ചിത്രം. അപ്പോൾ പിന്നെ എന്ത് പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും ബി അബ്ദുറഹ്മാൻ, CPM-കാരുടെ അല്ലെങ്കിൽ LDF-കാരുടെ മാമൻ എന്നറിയപ്പെടുന്ന മന്ത്രി ബി അബ്ദുറഹ്മാൻ എന്ത് പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും നിലവിൽ തിരൂരിലേക്ക് മാറുന്നുണ്ടാവുക എന്നതാണ് ചോദ്യം. ആകെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കണക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ലേക്കും താഴെ ഭൂരിപക്ഷം വന്നു കുറുക്കോളി മൊയ്തീന്റെ എന്നുള്ളതാണ്. അപ്പോൾ തിരൂര് ലീഗിന്റെ ഒരു കോട്ടയാണ്. പക്ഷേ പണ്ട് 2006 പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, 2006 ലീഗ് കോട്ടകളെല്ലാം പൊളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ വെച്ചാൽ കുറ്റിപ്പുറം KT ജലീൽ ആദ്യമായി ജയിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്ക് അടിയറവ് പറയേണ്ടി വന്ന, മങ്കടയിൽ MK മുനീറിന് അടിയറവ് പറയേണ്ടി വന്ന തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീറിന് കാല് അടിതെറ്റിയിട്ടുണ്ട് തിരൂരിൽ. അത് പ്രേക്ഷകർ മറന്നുപോകരുത്. അന്ന് PP അബ്ദുള്ളക്കുട്ടിയായിരുന്നു അവിടെ LDF-ന് വേണ്ടി ജയിച്ചിരുന്നത്. പക്ഷേ 2006 കഴിഞ്ഞു. 2011 വീണ്ടും ആ സീറ്റ് സി മമ്മൂട്ടി തിരിച്ചുപിടിക്കുന്നു. 2011 വീണ്ടും സി മമ്മൂട്ടിയിലൂടെ തിരൂർ UDF-ഉം ലീഗും നിലനിർത്തുന്നു. 2021 മുസ്ലിം ലീഗ് കുറുക്കോളി മൊയ്തീനെ ഇറക്കിയത്. അപ്പോൾ കുറുക്കോളി മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു ശാന്തമായ മുഖമാണ്. എപ്പോഴും വെള്ള തുണിയും വെള്ള ഷർട്ടും ഇട്ട് ഒരു ഫുൾ കൈ കുപ്പായമൊക്കെ ഇട്ട് എല്ലാ സമയവും തിരൂരിലുണ്ടാകുന്ന ഒരാളാണ്. പക്ഷേ ബി അബ്ദുറഹ്മാനെ വില കുറച്ച് കാണരുത് ഒരു കാരണവശാലും ലീഗും UDF-ഉം. എന്ന് വെച്ചാൽ ബി അബ്ദുറഹ്മാൻ താനൂരിൽ UDF-ന്റെ കോട്ട നെടുക പിളർത്തിക്കൊണ്ട് 2 തവണ അവിടെ ജയിച്ച് മന്ത്രിയായ ആളാണ്.
കൃത്യമായ ഇലക്ഷൻ മാനേജ്മെന്റ് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാതെ താനൂരിൽ നിന്നും മാമൻ എന്ന വിളിപ്പേരിലുള്ള വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ ഒരു അലാം നിലവിൽ മുസ്ലിം ലീഗിന് മുകളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയാൻ അവിടെ UDF തയ്യാറാകുമോ, ലീഗ് തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ട ചിത്രം. എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇക്കുറി ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തിരൂർ മാറുകയാണ്. എന്ത് സംഭവിക്കും തിരൂരിലെന്നറിയാൻ നമുക്ക് വോട്ടെണ്ണുന്ന മെയ് 9 വരെ കാത്തിരുന്നേക്കും. യെസ്, അപ്പോൾ അതാണ് ഹെവി ഫൈറ്റിൽ ഇന്ന് നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങളിലൊന്ന്.